ഇപ്പോഴത്തെ എന്റെ ചില ദിവസങ്ങൾ ഇതുപോലെയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ വെറുതെ ഇങ്ങനെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കും. കാര്യം നാളേക്ക് ചെയ്ത് തീർക്കാൻ ഒരു വർക്കുണ്ട് എങ്കിൽ അത് പോയിരുന്ന് ചെയ്യാന്ന് വിചാരിച്ചാലോ അതിനുള്ളൊരു മൂഡും വരുന്നില്ല. ഇന്നിപ്പോ ഇങ്ങനെ നടക്കാനുള്ള മെയിൻ കാരണം ഇവിടുത്തെ കറണ്ട് പോക്കാണ്. ഒരു 3-4 ദിവസമായിട്ട് ഇവിടെ നല്ല കാറ്റാണ്. കൊടുങ്കാറ്റ് വീശുന്ന പോലെയാണ് കാറ്റ് വീശുന്നത്. അതുകൊണ്ടാന്ന് തോന്നുന്നു 2 ദിവസമായിട്ട് കറണ്ട് വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് ഇത്ര വലിയ കാറ്റ് വീശുന്നെന്ന് പറഞ്ഞാലും എനിക്ക് ചൂടെടുത്തോണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഫാൻ ഇല്ലാണ്ട് അകത്തൊരു നിമിഷം പോലും ഇരിക്കുന്ന കാര്യം ചിന്തിക്കാനേ പറ്റണില്ല. ആ മാതിരി ചൂടാണ് എനിക്ക് എടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രഗ്നൻസി ടൈമിൽ പൊതുവെ ചൂട് കൂടുതലായിരിക്കുന്ന കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ കരണ്ടും കൂടിയും പോയപ്പോൾ അകത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ കുറേ നേരം ഉമ്മർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ വെറുതെ നടക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു ഓറഞ്ചും കൂടി എടുത്ത് കഴിച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് സ്വപ്നം കാണണോ എന്ന് ചോദിച്ചിട്ട് വല്യമ്മായി വന്നു. 4 മണിക്ക് ചായ കുടിക്കാനായിട്ട് കൊള്ളി പുഴുങ്ങിയതും ചമ്മന്തി ഉണ്ടാക്കി തരണമെന്ന് ചോദിക്കാനായിട്ട് വന്നതാണ് ആള്. അത് പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? കൊള്ളിയും ചമ്മന്തി കിട്ടി കഴിഞ്ഞാൽ ആരാണ് കഴിക്കാത്തത്? അങ്ങനെ ആ വകുപ്പിൽ ഞങ്ങൾ 2 പേരുടെയും നേരം പോകാനായിട്ട് കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ എൻ്റെ വളക്കാപ്പിന് അമ്മായി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ വളക്കാപ്പിന്റെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായി. അവരാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഓരോ ചടങ്ങുകളൊക്കെ കാണണേന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും എല്ലാ വിശേഷങ്ങളും പറഞ്ഞിരുന്ന് കുറേ നേരം അങ്ങനെ പോയി കിട്ടി. ഡെലിവറി ടൈം ആകുമ്പോഴേക്കും കുറച്ച് ഡ്രസ്സുകളൊക്കെ തയ്ക്കാനായിട്ട് അമ്മ എനിക്ക് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല നമ്മുടെ കടയിലേക്കും കൂടി കൊണ്ടുപോകാനായിട്ട് കുറച്ചധികം മെറ്റീരിയൽസ് മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരെണ്ണം ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നൈറ്റ് തയ്ക്കാനായിട്ട് ഒരെണ്ണം സെലക്ട് ഒക്കെ ചെയ്ത് വെച്ചിട്ട് ആള് പിന്നെ പോയി. കറണ്ട് വരുന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞാൻ വീണ്ടും ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോന്ന് ആലോചിച്ചിട്ട്. എൻ്റെ വളക്കാപ്പിൻ്റെ വളകളൊന്നും ഞാൻ ഊരി വെച്ചിട്ടില്ല കേട്ടോ. എനിക്കതെന്തോ കൈമ കിടക്കുമ്പോൾ നല്ല ഇഷ്ടമായി. ഇനിയിപ്പോൾ എന്തായാലും അത് ഊരി വെക്കണ്ടെന്ന് വിചാരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കറണ്ട് വന്നു എന്നും പറഞ്ഞിട്ട് അമ്മായി അകത്തുനിന്ന് വിളിച്ച് പറഞ്ഞു. അപ്പം എനിക്ക് സമാധാനമായി. ഇനി ഞാൻ പോയിട്ട് എൻ്റെ വർക്ക് ചെയ്യട്ടെ ഗൈസ്. ബൈ.